ഗ്ലാസ് സ്കിൻ എന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സ്കിൻ തന്നെ ഗ്ലാസ് സ്കിൻ ആകുമ്പം എന്തുമാത്രം സന്തോഷം ഉണ്ടാവും നമുക്ക്. ആ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാര്യം ഇത്രയും നാൾ ഞാൻ ഫേസ് പാക്കൊക്കെ ഇടുമായിരുന്നു, സ്കിൻ കെയർ എല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ടും എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിട്ടില്ല. മേ ബി ഞാൻ ഇത്രയും നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോന്ന് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. മുന്നേയും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാണാത്ത ഒരുപാട് പേരുണ്ടാവും. ഇതങ്ങനെ മിസ്സാക്കാനേ പാടില്ലാത്ത ഒരു സംഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്നതാണ്, എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാക്ക് എനിക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാനും സ്കിൻ ക്ലിയർ ആകാനും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നും പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ മുഴുവനും കണ്ടൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഫേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ ഇല്ലേ, അപ്പോൾ ഇതിനെ ഗ്ലാസ് സ്കിന്നാക്കി മാറ്റാം. ഓൾറെഡി മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. ഈവനിങ് സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഒരു ബൗളിൽ ഒരു സ്പൂൺ, ഒത്തിരി വലിയ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള അരിപ്പൊടി എടുക്കുക. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റീൽ ബൗൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് കാണുന്നില്ല. എനിവേസ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഈ ഒരു അരിപ്പൊടി എടുക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ട്. അവിടെ അവിടെയായിട്ട് ഓരോ നിറമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് അരിപ്പൊടി സെറ്റ് ആവത്തില്ല അല്ലെങ്കിൽ കയ്യിലില്ല എന്നാണെങ്കിൽ അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും സ്കിന്നിന് നന്നായിട്ട് വർക്കാവും. സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ധാത്രിയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സാധാരണ മഞ്ഞൾ, മുഖത്തിടുന്ന മഞ്ഞളായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. കസ്തൂരി മഞ്ഞൾ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ മുഖത്തിടുന്ന കുടമഞ്ഞൾ, മഞ്ഞളിൻ്റെ പൊടി, മുഖത്തിടുന്ന മാത്രമായിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. വൈൽഡ് ടേമറിക് അങ്ങനെ പറഞ്ഞിട്ട് പലതരം മുഖത്തിടുന്ന മഞ്ഞൾ അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ കറിക്കെടുക്കുന്ന മഞ്ഞൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ കറിക്കെടുക്കുന്ന മഞ്ഞൾ എടുക്കണ്ട. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളെങ്കിൽ ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അത് മതി, ഒരു പിഞ്ച്. ഇത്രയൊന്നും നിങ്ങൾ എടുക്കരുത്. ഒരു പിഞ്ച്, ഒരു നുള്ള്. ഉപ്പൊക്കെ ഇടത്തില്ല, അതുപോലെ ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് തേനാണ്. സ്കിന്നൊന്ന് ഗ്ലോ ആകാനും ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് തരാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിലിപ്പോൾ ഡെഡ് സെൽസ് ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനും നമ്മുടെ തേൻ സഹായിക്കും. കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. പാല് ചേർത്താണ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പാല് അല്ലെങ്കിൽ തൈര് നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാലിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സഹായിക്കും. പാലും നല്ലതാണ് കേട്ടോ. സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഗ്ലോ തരാനും ഒക്കെ പാല് സഹായിക്കും. പിന്നെ സൺ ടാൻ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമുക്ക് പാലില്ലെങ്കിൽ തൈരും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം. രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് പാലെടുത്തിട്ട് ബാക്കി വെള്ളം വേണമെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ പാലും വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കാം, തൈരും വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അങ്ങനെ ചേർത്ത് മിക്സാക്കാം. ഓവറോൾ ഈ ഒരു പാക്ക് വന്നിട്ട് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ നറിഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. നമ്മളെപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചേക്കുക, അത്രയും ആവശ്യമുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യരുത്. ആ ഒരു 2 മിനിറ്റ് വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു അരിപ്പൊടി ഒന്ന് കുതിർന്ന് നമ്മുടെ പാക്കൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മുടിയൊക്കെ നന്നായിട്ട് ബാക്കി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫേസാണ്. ഇനി നിങ്ങൾക്ക് പുറത്ത് പോയിട്ടൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പഞ്ഞിയിൽ
റോസ് വാട്ടർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വെച്ചൊന്ന് തുടച്ചെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ആ എണ്ണമയൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുറത്ത് പോയിട്ടുണ്ട് പൊടിയടിച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഉള്ള മുഖമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫേസ് മുഴുവനും നന്നായിട്ട് ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് ഡബിൾ ക്ലെൻസൊക്കെ ചെയ്ത് നീറ്റാക്കി എടുക്കുക. അതിനുശേഷം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഫേഷ്യൽ ചെയ്ത അതേ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുക. ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു 3 ദിവസം എന്തായാലും എടുക്കും അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിലോട്ട് വിസിബിൾ ആകാൻ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് 3 ദിവസം ചെയ്താൽ നമുക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം എന്ത് ഗ്ലോ ആണോ കിട്ടുന്നത് അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഫേഷ്യലൊന്നും അങ്ങനത്തെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, എപ്പോഴും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിരിക്കണം, എപ്പോഴും നമ്മുടെ ഫേസിൽ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ആകണമെന്ന് ഒരുവിധം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം നമ്മൾ മര്യാദയ്ക്ക് സ്കിന്ന് കെയർ ചെയ്യാത്തത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ സ്കിൻ കെയർ ഉണ്ടല്ലോ, മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഇപ്പം ഞാൻ എല്ലാം ഡിസോർഡറായിട്ടാണ് പറഞ്ഞത്, പക്ഷേ ഓർഡറിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് മാത്രം മതി എന്ന് വെച്ചിട്ടും നമുക്കൊരു ഗ്ലോ ഒന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു പാക്കും കൂടെ അതിനോടൊപ്പം ചേർത്ത് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും, എന്നാലും ഒരു 3 ദിവസമെങ്കിലും നമ്മളൊരു പാക്ക് കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക. മുഖത്തും കഴുത്തിലും യൂസ് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെഡിക്യൂർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കാലും കൈയും ഒക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പെഡിക്യൂർ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് ഞാൻ അടുത്ത വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഓൾറെഡി നന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സ്കിൻ കെയറിൻ്റെ ഒപ്പം ഇത് നിങ്ങളെല്ലാ ആഴ്ചയിലും 3 ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്കിന്നിലുണ്ടായ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ചെറുതൊന്നുമല്ല. ഒരു പിഞ്ച് മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു യെല്ലോ ടിൻറ്റ് നമ്മുടെ സ്കിന്നിലുണ്ടാവും. അതുണ്ടാവാണ്ടിരിക്കാനായിട്ട് ഒരു പിഞ്ച് മാത്രം മഞ്ഞൾ ടേമറിക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പം ഞാൻ ആകെ കൂടെ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിലാണ് സ്കിന്നിൽ ഇത്രയും ഗ്ലോ കാണുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് ലൈറ്റ് വരുമ്പോൾ തിളങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സാധനം. ഇത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഒരു 2 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യണം. അതിപ്പോൾ എന്ത് സംഭവമായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് ജീവിതകാലം മുഴുവനും ഗ്ലാസ് സ്കിൻ കിട്ടുമെന്ന ഒരു പരിപാടി എനിക്ക് അറിയില്ല കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു പാക്ക് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തതായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാം. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്യൂട്ടബിൾ ആണ്, പാക്കൊക്കെ ഇടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും റിസൾട്ട് കിട്ടും. കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് 60 വയസ്സായവർക്ക് ഇടാമോ, 40 വയസ്സായവർക്ക് ഇടാതെ, എല്ലാവർക്കും ഇടാം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. പറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. അത് ഷുവറാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എനിക്കിതിൽ കൂടുതൽ പറയാനായിട്ട് അറിയില്ല. അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആകും. ഒരു 15 മിനിറ്റ് പാക്ക് ഇട്ടേക്കണം കേട്ടോ, എന്നിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയും വേണം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്ര ദൂരമെങ്കിലും വരാൻ കഴിഞ്ഞത്. അത്രയും നന്ദി പറയുന്നു. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.